എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ട്രേഡ്സ്മാൻ ഷീറ്റ് മെറ്റൽ എന്ന എക്സാമിൻ്റെ PSC പ്രൊവിഷണൽ ആൻസർ കീയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 2 ആണ്. 31 മുതലുള്ള ചോദ്യങ്ങൾ നോക്കാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദി വൈസ് ക്ലാമ്പ്? വൈസ് ക്ലാമ്പിൻ്റെ പർപ്പസ് എന്താണ്? ആൻസർ ടു ഹോൾഡ് എ ഫിനിഷ്ഡ് വർക്ക്. ടു ഹോൾഡ് എ ഫിനിഷ്ഡ് വർക്ക് എന്നതാണ് വൈസ് ക്ലാമ്പിൻ്റെ പർപ്പസായിട്ട് വരുന്നത്. അടുത്തത് വിച്ച് വൈസ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് സ്മോൾ വർക്ക് ദാറ്റ് റിക്വയർസ് ഫൈലിംഗ് ഓർ ഡ്രില്ലിംഗ്? ആൻസർ ഡി ആണ്, ടൂൾ മേക്കേഴ്സ് വൈസ്. ടൂൾ മേക്കേഴ്സ് വൈസ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് സ്മോൾ വർക്ക് ദാറ്റ് റിക്വയർ ഫൈലിംഗ് ഓർ ഡ്രില്ലിംഗ്. Next question, which of the following statements are not correct in case of a flat file? They are made up of the cast iron. The edges along with are parallel throughout the length. One edge is single cut whereas the other is safe edge. Answer not true ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഡി ആണ്. All of the above are not true. അടുത്ത ചോദ്യം, why slight convexity is given on the face of the hammer? ഒരു സ്ലൈറ്റ് കോൺവെക്സിറ്റി എന്തിനാണ് കൊടുത്തിരിക്കുന്നു? ആൻസർ ടു അവോയ്ഡ് ഡിഗ്ഗിങ് ഓഫ് ദി എഡ്ജ്. ഡിഗ്ഗിങ് ഓഫ് ദി എഡ്ജ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ലൈറ്റ് കോൺവെക്സിറ്റി കൊടുത്തിരിക്കുന്നത്. അടുത്ത, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ക്രീസിങ് ഹാമർ? ക്രീസിങ് ഹാമറിൻ്റെ പർപ്പസ് എന്താണ്? ടു ഫിനിഷ് ദ വയേർഡ് എഡ്ജസ്. വയേർഡ് എഡ്ജസ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രീസിങ് ഹാമർ യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, നെയിം ദ ഡിഫക്റ്റ് ദാറ്റ് കോസസ് ദ മെറ്റൽ ചിപ്സ് ടു ക്ലോഗ് ബിറ്റ്വീൻ ദ ടീത്ത് ഓഫ് ദ ഫയൽ. ആൻസർ പിന്നിങ് ഓഫ് ഫയൽ ആണ്. പിന്നിങ് ഓഫ് ഫയൽ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഓപ്പറേഷൻ by which removing the excess metal in required size from the edges of the sheet to form a desired job in correct size and shape? Answer notching. അടുത്ത ചോദ്യം, give the name of the power press operation in which flat components are produced from sheet metal. Here the metal cut is required component and sheet with the cut on the die is the scrap. ആൻസർ ബ്ലാങ്കിങ് ആണ്. ബ്ലാങ്കിങ് ഓപ്പറേഷൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് among the following power press operation is used to produce a shallow relief design on the flat sheet metal component and it is mainly used for producing impressions of figures, letter or designs etc? ആൻസർ എംബോസിംഗ് ആണ്. എംബോസിംഗ്. അടുത്ത ചോദ്യം, നെയിം ദ പവർ പ്രസ് ഓപ്പറേഷൻ ദാറ്റ് പ്രൊഡ്യൂസിങ് സർക്കുലർ ഹോൾസ് ഇൻ റെഗുലർ പാറ്റേൺ ഓർ ഈവൻലി സ്പേസ്ഡ്. ആൻസർ പെർഫോറേറ്റിംഗ്. അടുത്ത ചോദ്യം, നെയിം ദ പവർ പ്രസ് ഓപ്പറേഷൻ വിച്ച് ഈസ് മെയിൻലി യൂസിങ് പ്രൊഡ്യൂസിങ് വെന്റിലേറ്റേഴ്സ് ഇൻ ഡക്റ്റ് വർക്ക്, ഇലക്ട്രിക്കൽ പാനൽ, vehicle bodies etc. Here sheet metal is cut through the part of the length and then bending the cut position is ventilator. Answer C ആണ്, lancing. അടുത്ത ചോദ്യം, what is the bending operation that deforming the sheet metal at the face of the previously punched hole to accommodate the head of the screws? Answer plunging. Next question, name the bending operation in which the edge of an article is formed in shape of a roll for solid wiring or hollow wiring purpose. Answer curling. Next question, what is the name of the operation cutting sheet metal in a straight line along the length? Answer B ആണ്, slitting. Next question, what is the appropriate size of the blank required to make a cup if the diameter and height of the required cup is 50 mm and 80 mm respectively?
ആൻസർ ഓപ്ഷൻ എ ആണ് 136 mm. 46ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ എക്സാക്റ്റ് മീനിങ് ഓഫ് ദി പ്ലാനിഷിങ്? പ്ലാനിഷിങ്ങിൻ്റെ എക്സാക്റ്റ് മീനിങ് ആണ് ഫ്ലാറ്റനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is just opposite operation of hollowing? ഹോളോവിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പറേഷനാണ് റൈസിങ്. 48ാമത്തെ ചോദ്യം, വിച്ച് മെത്തേഡ് ഓഫ് പ്രോസസ്സിങ് ഈസ് മെയിൻലി യൂസിങ് ടു മേക്ക് സീംലെസ് ഒബ്ജക്റ്റ്? ആൻസർ എ ആണ് സ്പിന്നിങ്. സ്പിന്നിങ് ഈസ് ദ പ്രോസസ്സിങ് മെയിൻലി യൂസിങ് ടു മേക്ക് എ സീംലെസ് ഒബ്ജക്റ്റ്. അടുത്തത് 49ാമത്തെ ചോദ്യമാണ്, വിച്ച് among the following operation is not assuming as a seam of sheet metal? ആൻസർ ഡി ആണ് നോച്ചിങ്. അടുത്ത 50ാമത്തെ ചോദ്യം, among the following seams which one mainly using join bottom pieces and is more leak proof also? ആൻസർ knocked up seam. അടുത്ത ചോദ്യം, what is the process of drawing with related to the power press operation? ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രൊഡ്യൂസിങ് കപ്പ് ഷേപ്ഡ് ആർട്ടിക്കിൾ ഫ്രം ഫ്ലാറ്റ് ഷീറ്റ് മെറ്റൽ ബ്ലാങ്ക്സ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കം അണ്ടർ ദ കാറ്റഗറി ഓഫ് ഷിയറിംഗ് ഇൻ കണക്ഷൻ വിത്ത് ദ പ്രോസസ് ഓഫ് പവർ പ്രസ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേളിംഗ്. അടുത്ത 53ാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് മെയിൻലി യൂസിങ് മേക്ക് ആൻ ഒബ്ജക്റ്റ് ലൈക്ക് ട്രങ്കേറ്റഡ് കോൺ? ട്രങ്കേറ്റഡ് കോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റേഡിയൽ ലൈൻ ഡെവലപ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് മെയിൻലി യൂസിങ് ടു മേക്ക് ഒബ്ജക്റ്റ് ലൈക്ക് ട്രാൻസിഷൻ പീസ്? ആൻസർ ട്രയാങ്കുലേഷൻ മെത്തേഡ്. ട്രാൻസിഷൻ പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രയാങ്കുലേഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് മെയിൻലി യൂസിങ് ടു മേക്ക് ഒബ്ജക്റ്റ് ലൈക്ക് സിലിണ്ടർ ആൻഡ് ഒബ്ലിക്? ആൻസർ പാരലൽ ലൈൻ ഡെവലപ്മെൻറ്റ്. അടുത്ത ചോദ്യം, വിച്ച് മെത്തേഡ് ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് മെയിൻലി യൂസിങ് ടു മേക്ക് ആൻ ഒബ്ജക്റ്റ് ലൈക്ക് ഹെമിസ്ഫെറിക്കൽ ഷേപ്പ്? ഹെമിസ്ഫെറിക്കൽ ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജോമെട്രിക്കൽ കൺസ്ട്രക്ഷനാണ് യൂസ് ചെയ്യുന്നത്, ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ. അടുത്തത് 57ാമത്തെ ചോദ്യമാണ്, വിച്ച് among the following machine is generally using to do an internal locked grooved seam on a cylindrical component? ആൻസർ ഓപ്ഷൻ സി ആണ് സീം ക്ലോസിംഗ് മെഷീൻ. സീം ക്ലോസിംഗ് മെഷീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ അലവൻസ് ഓഫ് ലോക്ക്ഡ് ഗ്രൂവ്ഡ് സീം if the available width of the hand groover is 6.5 mm and sheet thickness is 0.5 mm? ആൻസർ ഓപ്ഷൻ എ ആണ് 5 mm. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സീം ഈസ് നോൺ ആസ് ബോട്ടം ഡബിൾ സീം? ബോട്ടം ഡബിൾ സീം എന്നറിയപ്പെടുന്ന സീമാണ് നോക്ക്ഡ് അപ്പ് സീം. നോക്ക്ഡ് അപ്പ് സീമാണ് ബോട്ടം ഡബിൾ സീം എന്നറിയപ്പെടുന്നത്. അടുത്ത ഇന്നത്തെ ലാസ്റ്റ് ചോദ്യമാണ്, വിച്ച് സീം ഈസ് ജനറലി യൂസിങ് ഫോർ ഡക്റ്റ് ഫാബ്രിക്കേഷൻ വർക്ക്? ഡക്റ്റ് ഫാബ്രിക്കേഷൻ വർക്കിന് യൂസ് ചെയ്യുന്നതാണ് ഹാമർ ലോക്ക് സീം. ഹാമർ ലോക്ക് സീമാണ് ഡക്റ്റ് ഫാബ്രിക്കേഷൻ വർക്കിൽ യൂസ് ചെയ്യുന്നത്.